എൻ പ്രിയപ്പെട്ട മകനെ, എൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹം നിന്റെ മേൽ എപ്പോഴും ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തുതി. ഈ അൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും നിർത്തിയതിന് തിരുക്കുമാരനും മാതാവിനും കോടാടും കൂടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ബീന. ഞങ്ങളുടെ വീട് മുളന്തുരുത്തി. ഹസ്ബൻഡ് ബാബു, മോള് ബെറ്റി. 6/11/2003 ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിലേക്ക് വരാൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി ഞങ്ങൾക്ക് ഉടമ്പടി പത്രം കൊണ്ട് തന്നതാണ്. അന്ന് മൂത്ത മോളാണ് ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്തത്. കാരണം അന്ന് എല്ലാവർക്കും ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. പിന്നത്തെ മാസം ഞാൻ വന്നപ്പോഴേക്കും എല്ലാവർക്കും ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ഇത് 2 പ്രാവശ്യം ഈ അൾത്താരയിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇത് 3ാമത്തെ പ്രാവശ്യമാണ് സാക്ഷ്യം പറയുന്നത്. ഇപ്പോൾ സാക്ഷ്യം പറയാനായിട്ട് വന്നിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അസുഖങ്ങൾ മാറിയതിൻ്റെ കുറച്ച് സാക്ഷ്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ഹസ്ബൻഡ് ഇയർ ബാലൻസിൻ്റെ പ്രശ്നം. അത് ഒരു ദിവസം വെളുപ്പിന് 3 മണിയായപ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേട്ടു. പെട്ടെന്ന് ശബ്ദം കേട്ട് എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഹസ്ബൻഡ് വീണതായിരുന്നു. അത് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ നെറ്റിയിൽ ഭയങ്കരമായിട്ട് വലിയൊരു മുഴ. എന്ത് ചെയ്യണമെന്ന് പെട്ടെന്ന് അറിയാതെ പെട്ടെന്ന് തന്നെ എനിക്ക് ഓർമ്മ വന്നു, ഉടമ്പടി തൈലം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. പ്രത്യക്ഷീകരണ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ഹസ്ബൻഡിൻ്റെ ആ മുഴയിൽ ഞാൻ ഉടമ്പടി തൈലം പുരട്ടി. ഉടമ്പടി തൈലം പുരട്ടിയ ശേഷമാണ് മക്കളെ വിളിച്ചത്. മക്കളെ വിളിച്ചു വന്നപ്പോഴത്തേക്കും അത് ചുങ്ങി. അപ്പോഴത്തേക്കും അത് ചുങ്ങി ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലേക്ക് മാറി. പിന്നീട് ഹസ്ബൻഡ് ഭയങ്കര ഛർദിയും തലകറക്കമൊക്കെ ആയിരുന്നു. തലകറക്കമായിട്ട് ഹോസ്പിറ്റലിൽ പോയി. ആലുവയിലുള്ള ഒരു ഹോസ്പിറ്റലിലാണ് പോയത്. അവിടെ ചെക്കപ്പ് ചെയ്തപ്പോൾ ഇയർ ബാലൻസ് ആയിരുന്നു എന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോഴുണ്ടായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ ഹസ്ബൻഡിനെ കൊണ്ട് പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. ഈ ഛർദിയും തലകറക്കമൊക്കെ ഉള്ളത് കൊണ്ട് ഹസ്ബൻഡിന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ലായിരുന്നു. പെട്ടെന്ന് മറിഞ്ഞത്. വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് എങ്ങനെ ഞാൻ OP-യിലേക്ക് കൊണ്ടുപോകും എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നിൽക്കുമായിരുന്നു. വണ്ടിയിൽ മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അവിടെ ചെന്ന് ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്കും ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ നീല ഡ്രസ്സ് ഇട്ട കുറേ കുട്ടികളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നേഴ്സിംഗ് സ്റ്റുഡൻസ് ആയിരിക്കുമെന്ന് വിചാരിച്ചു. നേഴ്സിംഗ് സ്റ്റുഡൻസ് ആണെന്ന് വിചാരിച്ച് ഞാൻ ആ നേഴ്സിംഗ് സ്റ്റുഡൻസ് ആണെന്ന് വിചാരിച്ച് ആ കുട്ടികളോട് എന്ന് പറഞ്ഞു, എനിക്കൊരു വീൽ ചെയർ വേണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടികൾ എന്നോട് പറയുകയാണ്, ചേച്ചി വീൽ ചെയർ ഞാൻ ഉന്തിക്കൊണ്ട് പോവാം, ചേച്ചി വീൽ ചെയർ ഇവിടെ ഒരു OP-യിൽ കൊണ്ടുപോയി ഈ വീൽ ചെയറിൽ ഉന്തിക്കൊണ്ട് പോകണതിന് ഞങ്ങൾക്ക് 300 രൂപ തന്നാൽ മതി ചേച്ചി എന്ന്. എനിക്ക് ഒരുപാട് സന്തോഷമായി. അമ്മയോട് ഞാൻ മുഴുവൻ വണ്ടിയിലിരുന്ന് പ്രാർത്ഥിച്ചു തന്നു. അച്ചായനെ ഒരു 2 കിലോമീറ്ററെങ്കിലും പോകണം OP-യിലേക്ക്. ഇത്രയും ഇത് ഞാൻ എങ്ങനെ ഉന്തിക്കൊണ്ട് പോവും, OP കൊണ്ടുപോകും എന്നുള്ള ഒറ്റ ചിന്തയായിരുന്നു എനിക്ക്. അത് മാതാവ്, ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും അതിനൊരു പരിഹാരം മാതാവ് എനിക്ക് കാണിച്ചു തന്നു. പിന്നീട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഇയർ ബാലൻസ് ആണെന്ന് പറഞ്ഞു. ഒറ്റ പ്രാവശ്യം മരുന്ന് തന്നു. പിന്നീട് ഇപ്പോൾ അത് അസുഖം വന്നിട്ട് 2 വർഷമായി. പിന്നീട് ഒരിക്കലും അച്ചായന് അസുഖം ഉണ്ടായിട്ടില്ല. ആ മരുന്ന് കഴിച്ചു. പിന്നീട് ഞങ്ങൾ ഉടമ്പടി തൈലവും ഉപ്പും തേനും മാത്രമാണ് ഉപയോഗിച്ചത്. ഇന്ന് വരെ അച്ചായന് ആ അസുഖം ഉണ്ടായിട്ടില്ല. ഇത് സാധാരണ ആർക്കും അങ്ങനെ മാറാറുള്ളതല്ല. ഒറ്റ പ്രാവശ്യം കൊണ്ടൊന്നും ഇയർ ബാലൻസ് അമ്മയുടെ കരുണ കൊണ്ട് മാത്രമാണ് സൗഖ്യം ലഭിച്ചതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് അച്ചായൻ ഉണ്ടാകാനുള്ള ഒരു കാരണം, അച്ചായൻ ഇച്ചിരി ഒരു വിശ്വാസത്തിൽ കുറവുണ്ടായിരുന്നു. അച്ചായൻ ഇതോടുകൂടി അച്ചായൻ പൂർണ്ണ വിശ്വാസത്തിലേക്ക് വന്നു. അത് ഞങ്ങൾക്കൊരു ദൈവാനുഗ്രഹമായിട്ട് ഞങ്ങൾ കരുതുന്നു. പിന്നെ രണ്ടാമത്, അച്ചായന് ഈ ഡയബറ്റീസിൻ്റെ ഇതുള്ളതുകൊണ്ട് ചെറുതായിട്ട് സ്കിൻ ഡിസീസ് ഉണ്ടായിരുന്നു. ഒരുപാട് ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുത്തായിരുന്നു, ഒന്നും ഫലം കണ്ടില്ലായിരുന്നു. മാതാവിൻ്റെ തൈലം പുരട്ടി
വിശ്വാസപ്രമാണം ചൊല്ലി തൈലം പുരട്ടിയത് കൊണ്ട് അച്ചായൻ്റെ ആ സ്കിൻ ഡിസീസ് കംപ്ലീറ്റായി മാറി. അതും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അച്ചായന് പ്രോസ്റ്റൈറ്റിസ് 4 വർഷമായിട്ട് അച്ചായന് പ്രോസ്റ്റൈറ്റിസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ട്രീറ്റ്മെൻറ്റിൽ ചെന്നപ്പോഴേ ഡോക്ടർ പറഞ്ഞായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ ഇനി ജീവിതകാലം കഴിക്കേണ്ടി വരുമെന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങളും വിശ്വാസത്തോടു കൂടി ഉടമ്പടി തൈലവും ഉപ്പും തേനും ഉപയോഗിച്ചത് കൊണ്ട് 6 മാസം മുമ്പ് ഡോക്ടർ പറഞ്ഞു മെഡിസിൻ ഒന്ന് നിർത്തി നോക്കാമെന്ന് പറഞ്ഞു. മെഡിസിൻ നിർത്തി. പിന്നെ 6 മാസം കഴിഞ്ഞ് ചെക്കപ്പിന് ചെന്നപ്പോൾ പറഞ്ഞു മെഡിസിൻ ഇനി നിങ്ങൾക്ക് വേണ്ട, 1 വർഷം കഴിഞ്ഞ് ചെക്കപ്പിനൊന്ന് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഇത്രയും സൗഖ്യം തന്ന പരിശുദ്ധ അമ്മയ്ക്കും കൃപാസന മാതാവിന് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. പിന്നീട് അച്ചായന് ഡയബറ്റീസ് ഉള്ളവർക്ക് സാധാരണ കണ്ണിന് അസുഖമുണ്ട്. അച്ചായൻ്റെ കണ്ണിൻ്റെ ഉള്ളിൽ ഒരു വെളുത്ത പാട ഉണ്ടാകുന്നുണ്ടായിരുന്നു. സ്ഥിരം കാണിക്കുന്ന ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ പറഞ്ഞു പിറ്റേ ദിവസം വന്ന് ലേസർ ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. ലേസർ ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞതോടുകൂടി നാളെ പൈസ അടച്ച് ലേസർ ട്രീറ്റ്മെൻറ്റ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. പെട്ടെന്ന് ഞങ്ങൾ അടുത്ത ദിവസം സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് ചെക്കപ്പ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ പെട്ടെന്ന് ലേസർ ട്രീറ്റ്മെൻറ്റ് എടുക്കണ്ട എന്ന്. അപ്പോഴേ ഞാൻ വിചാരിച്ചു ശരിയാ, മാതാവിൻ്റെ അത്ഭുതം പ്രവർത്തിക്കാനുള്ള അവസരം തന്നതാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. ഡോക്ടർ ഒരു ഗുളിക പോലും തന്നില്ല. വീട്ടിൽ വന്ന് ഞങ്ങൾ ഉടമ്പടി വസ്തുക്കളായ തൈലവും ഉപ്പും തേനും ഉപയോഗിച്ചു. അച്ചായൻ്റെ പിറ്റത്തെ ചെക്കപ്പിന് ചെന്നപ്പോൾ പറഞ്ഞു അത് കുറവുണ്ട്, പ്രത്യേകിച്ച് ഒന്നും കണ്ണിന് ചെയ്യണ്ട എന്ന് പറഞ്ഞു. ഇനി അടുത്ത വിസിറ്റിന് 6 മാസം കഴിയുമ്പോൾ ചെന്നാൽ മതി എന്ന് പറഞ്ഞു. പൂർണ്ണ സൗഖ്യം കിട്ടിയെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. മാതാവിൻ്റെ കരുണ കൊണ്ടാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നീട് അച്ചായന് EPF പെൻഷൻ 9 വർഷമായിരുന്നു അച്ചായൻ റിട്ടയർമെൻ്റ് ആയിട്ട്. അച്ചായന് പെൻഷൻ ലഭിക്കുന്നുണ്ടായില്ല. അച്ചായൻ എന്നോട് പറഞ്ഞു നീ ഉടമ്പടിയിൽ വെക്കുമോ ഒന്നെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാക്ഷ്യം പറയാൻ എൻ്റെ കൂടെ വന്ന് നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ വെക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അച്ചായൻ നിൽക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പേരിൽ ഞാൻ ഉടമ്പടിയിൽ വെച്ചു. ആ പ്രാവശ്യം അച്ചായൻ്റെ പെൻഷനും അരിയറും എല്ലാം കൂടി സാങ്ഷനായി കിട്ടി. മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ മാതാവിൻ്റെ പ്രത്യേക കരുണ കൊണ്ട് ഞാനും എൻ്റെ മോളും കൂടി ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുരിശുപള്ളിയിൽ ശനിയാഴ്ച ദിവസം തിരി കത്തിക്കാൻ പോയി. കുരിശുപള്ളി എന്ന് പറയുന്നത് കുറേ ഉയരത്തിലുള്ള കുരിശുപള്ളിയാണ്. ഞങ്ങൾ തിരി കത്തിച്ച് 7 മണിയായി, രാത്രി 7 മണിയായി. തിരി കത്തിച്ച് ഞങ്ങൾ വണ്ടിയിൽ മോള് കയറിയിരുന്നതും ഈ വണ്ടി പുറകോട്ട് പോന്നു. പുറകോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പൊക്കത്തിലൊരു കുന്നാണ്. ആ കുന്നിൽ നിന്ന് താഴേക്ക്, അതങ്ങനെ തന്നെ താഴേക്ക് പോരുകയാണെങ്കിൽ വല്ലാത്തൊരു അപകടത്തിൽ വന്ന് പെടുമായിരുന്നു. വണ്ടി പുറകോട്ട് പോകുന്നപ്പോഴത്തേക്കും മോള് പറഞ്ഞു അമ്മയെ മാറിക്കോ എന്ന് പറഞ്ഞു. എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. പെട്ടെന്ന് അമ്മയെ എന്ന് പറഞ്ഞ് ഒറ്റ വിളിയെ വിളിച്ചോളൂ. വണ്ടി എങ്ങനെയാണ് തിരിഞ്ഞ് മതലയിൽ ബാക്ക് വന്ന് മതലയിൽ ഇടിച്ച് വീണു. മോളുടെ ഹെൽമെറ്റൊക്കെ തെറിച്ചു പോയി. പക്ഷേങ്കിൽ മോക്ക് മുട്ടിൻ്റെ അവിടെ ഒരു ചെറിയ പോറലും മാത്രമേ ഉണ്ടായുള്ളൂ. അത് മാതാവിൻ്റെ കരുണ മാത്രമാണെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ എപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാതാവിൻ്റെ ഉടമ്പടി തൈലം പുരട്ടി സംരക്ഷണം മേടിച്ചതിന് ശേഷമാണ് പുറത്ത് പോവാറ്. അന്ന് ഞങ്ങൾ വണ്ടിയെ കയറാൻ പോയപ്പോഴും മാതാവിൻ്റെ ഉടമ്പടി തൈലം പുരട്ടിയ ശേഷമാണ് ഞങ്ങൾ പോയത്. മാതാവിൻ്റെ കരുണ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ 2 പേരും രക്ഷപ്പെട്ടതെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അത് കഴിയുമ്പോൾ വണ്ടി മറിഞ്ഞ് വീണ് കഴിഞ്ഞപ്പോൾ താക്കോല് തെറിച്ചു പോയി. 7 മണിയായി, നല്ല ഇരുട്ടാണ്. ഒരു കട പോലും അവിടെ ഇല്ല. നമുക്കൊരു ലൈറ്റിന് ഒരു ഇതുമില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിങ്ങനെ മാതാവേ എന്ന് പറഞ്ഞ് ഒറ്റ വിളിയെ വിളിച്ചോളൂ. മോള് പിന്നെ കാലെടുത്ത് ചവിട്ടുന്നത് ആ കീയുടെ പുറത്തായിരുന്നു. എല്ലാം മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹമാണെന്ന് ഞങ്ങൾ പൂർണ്ണമായും ഞങ്ങളുടെ കുടുംബം വിശ്വസിക്കുന്നു.
ഇനി ഞാൻ എൻ്റെ മകൾക്ക് കൊടുക്കാം. എൻ്റെ പേര് ബെറ്റി ബാബുസി. ഞാൻ വെട്ടിക്കലിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ആദ്യം ഉടമ്പടി എടുത്തത് 20/2/2025 ഉടമ്പടി എടുക്കാൻ കാരണമായതെന്ന് പറഞ്ഞാൽ ആദ്യം എൻ്റെ ചേച്ചിയാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ റൈറ്റ് സൈഡ് മുഴുവനും സ്കിൻ ഇഞ്ചുറി ആയിരുന്നു. നല്ല ഡീപ്പായിട്ടുള്ള സ്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേരം ഡോക്ടേഴ്സ് എല്ലാവരും പറഞ്ഞത് അത് നല്ല സ്കാറായി മാറും, നല്ല സ്കിന്നിന് നല്ല പ്രോബ്ലം ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ ചേച്ചി നേരത്തെ ഇവിടെ ഉടമ്പടി എടുത്തത് കൊണ്ട് ചേച്ചിയാണെങ്കിൽ വെഞ്ചരിച്ച ഉപ്പ് കൊണ്ട് ദിവസം എൻ്റെ കൈ തുടച്ച് മറ്റേയും വെഞ്ചരിച്ച തൈലം കൊണ്ട് എൻ്റെ കയ്യിൽ പറ്റും. ഇപ്പോൾ റൈറ്റ് സൈഡിൽ ഒരു സ്കാറും അങ്ങനത്തെ ഒരു പ്രശ്നമില്ലാതെ എൻ്റെ അമ്മ കാത്തുകൊണ്ടു. ഇനി എനിക്ക് ഉടമ്പടി എടുത്ത് കിട്ടിയ സാക്ഷ്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആദ്യത്തെ സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ അമ്മേനെക്കുറിച്ചാണ്. അമ്മയ്ക്ക് സബ്-അക്യൂട്ട് സ്ട്രോക്ക് ഉണ്ടായിരുന്നു. ആദ്യം സ്ട്രോക്കിൻ്റെ ഇത് തുടങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലെ ബാലൻസ് ലോസ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ തുടങ്ങിയപ്പോൾ എനിക്ക് ആദ്യം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി സ്ട്രോക്കിൻ്റെ പ്രശ്നമാണെന്ന്. അപ്പോൾ എനിക്ക് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തമില്ല, എങ്ങോട്ടാണ് പോകണ്ടേ, എന്ത് ചെയ്യണം എന്ന് ഒരു പിടുത്തമില്ലാതിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് ഇവിടെ കൃപാസനത്തിൽ നിന്ന് കിട്ടിയ വെഞ്ചരിച്ച ഉപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇത് ഞാൻ പ്രാർത്ഥിച്ചു. വിശ്വാസ പ്രമാണം സ്വർഗസ്ഥനായ പിതാവേയും നന്മ നിറഞ്ഞ മറിയമേ സുസ്തി എന്ന് പ്രാർത്ഥിച്ച് ഞാൻ അമ്മയ്ക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് എല്ലാം നോക്കിയപ്പോൾ ആദ്യം കണ്ടപ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. പിന്നെ അവർ എഴുന്നേറ്റിച്ച് അമ്മേനെ നടത്തിയപ്പോൾ റൈറ്റ് സൈഡിലേക്ക് അമ്മ ഭയങ്കരമായിട്ട് ചെരിഞ്ഞു പോണതൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് MRI എടുക്കണമെന്ന് പറഞ്ഞു. MRI എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്താ ഇനി അടുത്തത് ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തമില്ലാതെ ഞാൻ നിൽക്കുമായിരുന്നു. അന്നേരം ഞാൻ MRIക്ക് കയറുന്ന മുമ്പ് തന്നെ അമ്മയ്ക്ക് ഏത് സൈഡിലാണ് പ്രശ്നം ഭയങ്കര തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈഡിലേക്ക് ഞാൻ വെഞ്ചരിച്ച തൈലും പിന്നെ അമ്മയ്ക്ക് വെഞ്ചരിച്ച ഉപ്പും നൽകി. പുറത്ത് ഞാൻ വിശ്വാസ പ്രമാണം സ്വർഗസ്ഥനായ പിതാവേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് MRI റിപ്പോർട്ട് വന്നു. MRI റിപ്പോർട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു സബ്-അക്യൂട്ട് സ്ട്രോക്കാണ്. ഞാൻ കുറച്ചും ദിവസം കൂടെ നിന്നായിരുന്നെങ്കിൽ അത് ചിലപ്പോൾ നല്ല സ്ട്രോക്കിൻ്റെ ഇതിലേക്ക് മാറിയേനേന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സ്ട്രോക്കിൻ്റെ പോസ്റ്റ് സ്ട്രോക്ക് എഫക്റ്റിലേക്ക് പോയേനെ. പക്ഷേ മാതാവ് ഞങ്ങൾ അവിടെ കാത്തു. മാതാവിൻ്റെ കൃപയല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രോക്ക് വന്ന മനുഷ്യരെ നമുക്കറിയാമല്ലോ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. പക്ഷെ അതിൽ നിന്നൊക്കെ എൻ്റെ അമ്മേനെ കാത്തു എൻ്റെ മാതാവ്. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ സ്റ്റഡീസിനെ കുറിച്ചാണ്. ഞാൻ BSc നഴ്സിംഗ് വെൽകെയർ കോളേജ് ഓഫ് നഴ്സിംഗ് എന്നാണ് കംപ്ലീറ്റ് ചെയ്തത്. എല്ലാ സെമസ്റ്ററിലും എനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടാനായിട്ട് എൻ്റെ മാതാവ് സഹായിച്ചു. ശരിക്കും പറഞ്ഞാൽ നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ഗോഡ്സ് ഗ്രേസ് എന്ന് തന്നെ ഞാൻ പറയാം. അതിനിടയായൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കമ്മ്യൂണിറ്റിയുടെ എക്സാം ഉണ്ടായിരുന്നു. കമ്മ്യൂണിറ്റിയുടെ എക്സാമിന് എനിക്ക് അതിൻ്റെ തലേദിവസം വരെ എനിക്ക് UTI വന്നായിരുന്നു. തലേദിവസം വരെ എനിക്ക് ബാക്ക് പെയിൻ ആയിരുന്നു. എനിക്ക് ഇരിക്കാനും നിൽക്കാനും ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ലായിരുന്നു. ഒരു സാധനം ഞാൻ വായിച്ചിട്ടില്ല എക്സാമിന് വേണ്ടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും വായിക്കാനും പറ്റിയില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആകെ ഞാൻ ചെയ്തത് ഞാൻ ഹോസ്പിറ്റലിലും പോയില്ല. കാരണം എനിക്ക് നടക്കാൻ കൂടെ പറ്റിയില്ലാത്ത അവസ്ഥയായിരുന്നു. നല്ല പെയിനായിരുന്നു. എന്ത് ചെയ്യുന്നു എനിക്കറിയില്ലായിരുന്നു. ആകെ ഞാൻ ചെയ്തത് വെഞ്ചരിച്ച ഉപ്പ് കഴിക്കുകയും പിന്നെ വെഞ്ചരിച്ച തൈലം എനിക്ക് വേദനയുള്ളിടത്ത് ഞാൻ പറ്റുകയും ചെയ്തു. പിന്നെ ഞാൻ ആകെ പ്രാർത്ഥിക്കുകയും മാതാവിനോട് ചെയ്തുള്ളൂ, മാതാവേ എനിക്ക് എക്സാം എങ്ങനെയെങ്കിലും നല്ലോണം എഴുതാൻ പറ്റണേ, എൻ്റെ മാതാവേ എന്നെ പാസ്സാക്കണേന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. പക്ഷേ മാതാവിൻ്റെ കൃപയാണെന്ന് തന്നെ പറയാം. എനിക്ക് അന്നത്തെ ആ എക്സാമിന് എനിക്ക് നല്ല മാർക്കോടെ ഹൈ സ്കോറോടെ എൻ്റെ മാതാവ് പാസ്സാക്കി തന്നു. പിന്നെ സത്യം പറയാമല്ലോ നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ഗോഡ്സ് ഗ്രേസ് തന്നെ പറയാം. ഈ പ്രാവശ്യം ലാസ്റ്റ് സെമസ്റ്ററിൻ്റെ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എന്നെ കോളേജിൻ്റെ ടോപ്പറാക്കി എൻ്റെ മാതാവ് മാറ്റി. എന്നും ഈ ഉടമ്പടിയിൽ പിന്തുടരാൻ എന്നെ മാതാവ് സഹായിക്കട്ടെ. എല്ലാ മാസവും ഞങ്ങൾ 3 കെട്ട് പത്രം മേടിച്ച് ഞങ്ങൾ റോഡ് സൈഡിൽ ബസ് സ്റ്റാൻഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് പത്രം കൊടുക്കുന്നത്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് നമ്മൾ ചെയ്യുന്നത് എല്ലാ ആഴ്ചയിലും ബുധനാഴ്ച ദിവസം ഞങ്ങളുടെ അടുത്തൊരു അനാഥാലയമുണ്ട്. അനാഥാലയത്തിൽ കിടപ്പ് രോഗികളെ പോയി കുളിപ്പിക്കും. ഇപ്പോൾ എനിക്ക് അസുഖം വന്നതിന് ശേഷം മക്കളാരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ പോവാറുള്ളൂ. അതുവരെ എല്ലാ ബുധനാഴ്ചയും പോയിക്കൊണ്ടിരുന്നതാണ്. പിന്നീട് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ
10% നമ്മൾ കാരുണ്യ പ്രവർത്തികൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഞങ്ങൾ സെപ്പറേറ്റ് അല്ല, എല്ലാവരും കൂടിയാണ് ചെയ്യണത്. അത് ഈ അനാഥാലയത്തിന് ഭക്ഷണത്തിന് പൈസ കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ അവിടെ ഒരു ആശ്രമത്തിൽ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, അവർക്ക് പഠിപ്പിക്കാനുള്ള പൈസ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞായറാഴ്ച ദിവസം ഭക്ഷണം കൊടുക്കുന്ന ഞങ്ങളുടെ അവിടെ ഒരു സ്നേഹദൂത് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, ആ സംഘടനയ്ക്ക് പൈസ കൊടുക്കും. കൂടാതെ ആര് പൈസയ്ക്ക് ആവശ്യം എന്ന് പറഞ്ഞാലും അവർക്ക് ഞങ്ങൾ പൈസ അയച്ചു കൊടുക്കാറുണ്ട്. ഇപ്പോൾ ജെന്യൂനാണെന്ന് പറഞ്ഞ് നമ്മുടെ മീഡിയയിൽ കൂടി വരുന്നതാണെങ്കിൽ പോലും നമ്മൾ ധനസഹായം ചെയ്യാറുണ്ട്. ഇത്രയൊക്കെയാണ് ഞങ്ങൾ ചെയ്ത കാരുണ്യ പ്രവർത്തികൾ. ഇതെല്ലാം ചെയ്യാനായിട്ട് മാതാവാണ് ഞങ്ങൾക്ക് എല്ലാ കരുണയും ചെയ്തത്. പിന്നെ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഞങ്ങളൊരു ഓർത്തഡോക്സ് വിശ്വാസികളാണ്. അപ്പോൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയിരുന്നില്ല. ഞങ്ങൾ ശനി ഞായർ മാത്രമാണ് ഞങ്ങളുടെ അടുത്തുള്ള ഒരു പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ കുർബാനയ്ക്ക് പോകുന്നുണ്ട്. കുമ്പസാരം ഞങ്ങൾക്ക് 3 മാസം കൂടുമ്പോഴാണ് കുമ്പസാരം ഉള്ളത്, അത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളിൽ വന്ന കുടുംബ പ്രാർത്ഥനയുണ്ട്. ജപമാല എല്ലാ ദിവസവും ജപമാല ചൊല്ലുന്നുണ്ട്. എന്ത് ആവശ്യത്തിനാണെങ്കിലും നമ്മൾ അമ്മയെന്നൊന്ന് വിളിച്ചാൽ മതി, അതിന് പരിഹാരം അവിടെ ഉണ്ടായിരിക്കും. അതാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നത്. എല്ലാ അനുഗ്രഹങ്ങളും തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. സങ്കീർത്തനങ്ങൾ 95-91 വാക്യം. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും, അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ബീന ബെറ്റി തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ആദ്യമേ തന്നെ അമ്മയുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക, തൻ്റെ ജീവിത പങ്കാളിക്ക് പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ച രോഗസൗഖ്യങ്ങളാണ്. കടന്നുപോയ ഇയർ ബാലൻസിൻ്റെ ആണെങ്കിലും പ്രൊസ്ട്രേറ്റിൻ്റെ ആണെങ്കിലും അത് നിരവധിയായ ബുദ്ധിമുട്ടുകൾ കടന്നുപോയെങ്കിലും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ അത് ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തോടുകൂടി വലിയ രോഗസൗഖ്യമായിട്ട് പരിശുദ്ധ അമ്മ ഈ കുടുംബത്തെ അനുഗ്രഹിക്കുക ചെയ്തു. അതോടൊപ്പം തന്നെയാണെങ്കിലും തൻ്റെ ജീവിത പങ്കാളിയുടെ പെൻഷൻ സംബന്ധമായ കാര്യങ്ങളിലാണെങ്കിലും അത് പൂർണ്ണമായിട്ടുള്ള പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ അവർക്ക് അനുഗ്രഹിച്ച് ലഭിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെയാണെങ്കിലും തുടർന്ന് തൻ്റെ മകളുടെ ബെറ്റിയുടെ സാക്ഷി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, തനിക്ക് തൻ്റെ വിഷയത്തിൽ തൻ്റെ സ്റ്റഡീസിൽ നല്ല വിജയം നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു തന്നെയാണ്. നല്ല എക്സാമിനൊക്കെ മുമ്പായിട്ടാണെങ്കിലും പല കാര്യങ്ങളിലും പല വിധത്തിലുള്ള ശാരീരികമായ അസ്വസ്ഥതകളിലൂടെയും ബുദ്ധിമുട്ടുകളിലൊക്കെയാണ് കടന്നു പോയത്. എന്നാലും ഉടമ്പടി ചേർന്നുകൊണ്ടാണെങ്കിലും ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ ആണെങ്കിലും പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിച്ചതിൻ്റെ ഫലമായിട്ട് ടോപ്പറായിട്ട് തനിക്ക് ഉന്നത വിജയം നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുക ചെയ്തത് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയോട് ചേർന്നുകൊണ്ടുള്ള ഈ കുടുംബത്തിൻ്റെ ജീവിതം തന്നെയാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഇനി ഈ കുടുംബത്തെ ഉയർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് പരിശുദ്ധ ഉയർത്തണമേ എന്ന് ഈ അൾത്താരയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം.